നമസ്കാരം, ഋഷിഭോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം 2024 വിഷു മുതൽ 2025 വിഷു വരെയുള്ള ഒരു വിഷുവർഷത്തെ സമ്പൂർണ്ണ വിഷുബലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. അശ്വതി മുതൽ ചോതി വരെയുള്ള നക്ഷത്രക്കാരുടെ വിഷുബലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ വിഷുബലത്തെ പരിശോധിക്കാം. വിഷുബലം പറയുമ്പോൾ ശൂലഷട്കാദി ഫലങ്ങൾ, ദേവതാഫലം, നക്ഷത്രഫലം എന്നിവയെല്ലാം ചേർത്തുകൊണ്ടാണ് ഫലം പറയുന്നത്. ചിലപ്പോൾ പരസ്പരം പലതും വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാം. അതൊക്കെ ജീവിതത്തിൽ ഒരു വർഷത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഉദാഹരണമായിട്ട് ധനലാഭത്തിനും ധനനഷ്ടത്തിനും ഒരു വർഷത്തിൽ തന്നെ ഒരേപോലെ സാഹചര്യം ഉണ്ടായേക്കാം എന്നർത്ഥം. വിശാഖ നക്ഷത്രക്കാർക്ക് ഈ വിഷു വർഷത്തിൽ ദേവത ശിവഭഗവാനാണ്. അതുകൊണ്ട് തന്നെ മനോദുഃഖം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. കൂടാതെ കുടുംബ സുഖഹാനിക്കും സാധ്യതയുണ്ട്. വിഷുഫലമായി മധ്യഷട്കമാണ്. അതുകൊണ്ട് തന്നെ ലോക ബഹുമാനവും സ്ഥാനമാനാദി ലാഭവും ഒക്കെ പറയാവുന്ന വർഷമാണ്. കൂടാതെ ജനപ്രീതി ഉണ്ടാകുന്ന സമയമാണ്. വിശേഷ വസ്ത്രാഭരണങ്ങളുടെയൊക്കെ ലാഭം ഉണ്ടാകുന്ന സമയമാണ്. ഇനി നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ ഒരു വിഷു വർഷത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ കൂടി പരിശോധിക്കാം. വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവിചാരിതമായിട്ടുള്ള യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. മാനസിക സന്തോഷം ഒക്കെ പൊതുവെ വർദ്ധിക്കുന്ന സമയമാണ്. സുഹൃത്തുക്കളുമായി ഒത്തുചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികളൊക്കെ വേണ്ടി വന്നേക്കാം. തടസ്സങ്ങളൊക്കെ മാറി കാര്യങ്ങൾക്ക് പുരോഗതി ഉണ്ടാകാം. പുതിയ ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് പണച്ചെലവ് ഉണ്ടാകുന്നതാണ്. ദമ്പതികൾ ഒന്നിച്ച് തീർത്ഥയാത്രയ്ക്കും വിനോദയാത്രയ്ക്കുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് നിന്ന് അവധിയൊക്കെ എടുത്ത് പുണ്യസ്ഥല സന്ദർശനങ്ങൾക്കുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകും. ദീർഘദൂര യാത്രയ്ക്കായി പണം ചെലവാക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. ത്വക്ക് രോഗങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. പുതിയ പദ്ധതികളെ കുറിച്ച് ആലോചിച്ച് അവയൊക്കെ പ്രവർത്തനം ആരംഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ആരോഗ്യപരമായിട്ട് വിഷമതകൾ ഉണ്ടായിരുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് അതൊക്കെ ശമനം ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളുമായിട്ട് അകൽച്ചയൊക്കെ പുലർത്തിയിരുന്നവർക്ക് അതൊക്കെ മാറി ബന്ധുക്കളുമായി അടുപ്പം പുലർത്താനുള്ള സാഹചര്യങ്ങളും വരും. എന്നാൽ സന്താനങ്ങൾക്ക് രോഗാരിഷ്ടത പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. സുഹൃത്തുക്കളുമായി ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തേക്കാം. എന്നാൽ അതൊക്കെ പെട്ടെന്ന് തന്നെ ശമിക്കുകയും അനുകൂലമാവുകയും ചെയ്യാം. പുതിയ കോഴ്സുകളിലൊക്കെ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അനുകൂല സാഹചര്യം വരുന്നതാണ്. കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഭൂമിയിൽ നിന്ന് ധനലാഭം ഉണ്ടാകുന്നതാണ്. ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് അനുകൂല ഉത്തരവുകളൊക്കെ ഉണ്ടായേക്കാം. തൊഴിൽപരമായിട്ടുള്ള മേന്മയും ഉണ്ടാകാം. പുതിയ വസ്ത്രവും ആഭരണങ്ങളും ഒക്കെ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. ഇത്രയും കാര്യങ്ങളാണ് വിശാഖ നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷു വർഷത്തെ സമ്പൂർണ്ണ വിഷുഫലമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എൻ്റെ തീർത്ഥയാത്ര എന്ന യൂട്യൂബ് ചാനൽ കൂടി ഒന്ന് സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് അനിഴ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.